അതിശക്തമായ ചൂടുള്ള ഒരു ദിവസം, മഴ കിട്ടാതെ മഴ വേണമെന്ന പ്രാർത്ഥനയുമായി മദീന നിവാസികൾ ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നിർവഹിക്കാൻ വരുന്നു. മദീനത്തുൻ നബിയുടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണാണത്. അഷ്റഫു ബിഖാഇൽ അർളി, ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബിൻ്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണാണെന്ന് ഇജ്മാഉൽ ഉലമാ ഉണ്ടെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. മദീനയിലെ ആളുകൾ നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ മഴവെള്ളമില്ലാതെ സസ്യലതാദികൾ ഉണങ്ങി മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് മഴയെ തേടിയുള്ള പ്രാർത്ഥനയുണ്ട്, നിസ്കാരമുണ്ട്. ഇസ്തിസ്ഖാ എന്ന് പറയുന്ന നിസ്കാരം മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മദീനക്കാർ അന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ മഴ ലഭിച്ചില്ല, മഴ പെയ്തില്ല. എല്ലാവരും തിരിച്ചു പോന്നു, മഴ പെയ്തില്ല. അന്ന് രാത്രി ജലസ്തു ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലെ ഒരു തൂണിൽ നിന്ന്, തൂണുകളിൽ ഒരു തൂണിലേക്ക് ഞാൻ അന്ന് ചാരിയിരിക്കുന്നു രാത്രി നേരം. മുഹമ്മദ് ബിൻ മുൻകദിർ എന്നവരെ ആ രാത്രി മദീനയിലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലാണ് ചെലവഴിക്കുന്നത്. ആ രാത്രിയിൽ ഇരുളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരമായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, ഒരു കറുത്ത വർഗ്ഗക്കാരൻ. എൻ്റെ അരികത്ത് വന്ന് നിസ്കാരം ആരംഭിച്ചു. കുറേ നേരം നിസ്കരിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ കൈയുയർത്തി ദുആ ചെയ്യുന്നു. അസ്അലുക യാ റബ്ബ് അഖ്സംതു അലൈക അല്ലാ സഖൈതനാ, കാരുണ്യവാനേ, നിന്റെ പേര് ചൊല്ലി ഞാൻ സത്യം ചെയ്തു പറയുന്നു, നിന്റെ പേര് ഉദ്ധരിച്ച് സത്യം ചെയ്ത് ഞാൻ പറയുന്നു, അല്ലാ സഖൈതനാ, നീ ഞങ്ങൾക്ക് മഴ തരണം, നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം. അല്ലാ സഖൈതലനാ, ഞങ്ങൾക്ക് മഴ വേണം. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാ തൻ്റെ അരികത്ത് വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ആ പ്രാർത്ഥന കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പറഞ്ഞു, മജ്നൂൻ, ഭ്രാന്തനായിരിക്കണം. മദീനക്കാര് മുഴുവൻ ചോദിച്ചിട്ട് സൗണ്ട് ഒന്ന് ഉഷാറാവാണ്ട്, റമദാനൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, അവിടെ തന്നെ ഉഷാറാക്കണം. ഇച്ചിരി ഡിലേ ഒക്കെ തന്നെ ഒന്ന് സൗണ്ട് ഒന്ന് റെഡി ആവാണ്ട്. മദീനക്കാര് മുഴുവൻ മഴ വേണമെന്ന് ചോദിച്ചിട്ട് ലഭിക്കാത്ത മഴ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് സത്യം ചെയ്ത് ചോദിക്കുകയാണ്, നിന്റെ നാമത്തിൽ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണം. മുഹമ്മദ് ബിനുൽ മുൻകദിർ തങ്ങൾ പറഞ്ഞു, ഭ്രാന്തനായിരിക്കണം. മദീനക്കാര് മുഴുവൻ ചോദിച്ചിട്ട് തരാത്തത് ഒരാൾ എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയുന്നു, ഞങ്ങൾക്ക് മഴ തരണം. എൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നതേ ഉള്ളൂ. പെട്ടെന്നതാ ആകാശത്ത് ഇടിമിന്നലിന്റെ ശബ്ദം, വെളിച്ചം, ഘോരമായ മഴ പെയ്യാൻ തുടങ്ങുന്നു. ശക്തമായ മഴ, അതിശക്തമായ മഴ പെയ്തു. മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് മഴ വന്നു. ഞാനിരിക്കുന്ന ഇടം വെള്ളം നനഞ്ഞു. സുബ്ഹി നിസ്കാരത്തിന് വന്നവർ മുഴുവനും വെള്ളത്തിലൂടെയാണ് നടന്നത്. മദീന മുഴുവനും എന്തെന്നില്ലാത്ത ഘോരമായ മഴ പെയ്തു. ഇസ്തിസ്ഖാ നിസ്കാരം നിസ്കരിച്ചിട്ട് കിട്ടാത്ത മഴ ഒരു ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന കൊണ്ട്. ഇതിലൊന്ന് മനസ്സിലാക്കാനുള്ളത്, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരും മോശക്കാരാണെന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ചെറുപ്പക്കാരൊക്കെ നല്ല അടിപൊളി മോഡലും സ്റ്റൈലും ഹെയർ സ്റ്റൈലും കണ്ടാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. പക്ഷെ ഒരു സ്വലാത്തിൻ്റെ മജ്ലിസിൽ, ഒരു വാദിൻ്റെ മജ്ലിസിന്, ഒരു ദിക്റിൻ്റെ മജ്ലിസിന് ഓടിച്ചാടി നടക്കാൻ, ത്യാഗം ചെയ്യാൻ എല്ലാറ്റിനും റെഡിയുള്ള നല്ല മനസ്സുള്ളവരായിരിക്കും. പിന്നെ ഇച്ചിരി ലോകം മൊത്തം തലതിരിഞ്ഞതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില എഫക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടെന്ന് വരും. പക്ഷെ അവർ മോശക്കാരാന്ന് വിചാരിക്കരുതെന്ന്. ചെത്തിപ്പൊളിച്ച് നടക്കുകയായിരിക്കും,
ഇച്ചിരി കുരുത്തക്കേടൊക്കെ ബൈക്ക് കൊണ്ടൊക്കെ റോഡിലൊക്കെ ഇച്ചിരി കളിയൊക്കെ ഉണ്ടാവും, കാറ് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാക്കുന്ന പരിപാടികളൊക്കെ, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ളവരാണ്. ആരും എന്ത് ചെയ്യരുത്, മോശമാണെന്ന് വിചാരിക്കരുത്, ചേലും കോലും നോക്കണ്ട. ഈ ദുആക്ക് ഉത്തരം കിട്ടിയ മനുഷ്യൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് കുത്തിയാണ്, ചെരുപ്പ് കച്ചവടം നടത്തുന്ന ചെരുപ്പ് കുത്തിയാണ്. ഇസ്കാഫി എന്നാ പറയാം, സക്കാഫി അല്ല, ഇസ്കാഫി. ഇസ്കാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തുന്ന ആൾക്കാർ പറയാം. മുഹമ്മദ് മുൻകദിർ എന്നവർ അത്ഭുതപ്പെടുകയാണ്. പടച്ച തമ്പുരാനെ, മദീനക്കാര് ചോദിക്കാതെ കിട്ടിയ ഒരു സംഭവം ഈ ഒരു മനുഷ്യന്റെ ചോദ്യം കൊണ്ട് കിട്ടിയല്ലോ പടച്ചവനെ. ഇദ്ദേഹം ആരായിരിക്കും? സുബഹി നിസ്കാരം വരെ അദ്ദേഹത്തിന്റെ ഇബാദത്ത് നീണ്ടു. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ മദീനയിൽ ഇച്ചിരി ദൂരെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വീട് കണ്ടു. അപ്പോ ആളുകളോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? അതെവിടുത്തെ ചെരുപ്പ് കുത്തിയാണ്. എന്തേ പ്രശ്നം ചോദിച്ചു. ഒരു മഹാത്ഭുതം, ഇന്നലെ മഴ പെയ്തില്ലേ? ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്ത സെക്കൻഡ് കൊണ്ടാണ് മഴ പെയ്തത്, ഞാനതിൻ്റെ സാക്ഷിയാണ്. അന്ന് പള്ളിയിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതെയോ? ആരും അറിഞ്ഞില്ലല്ലോ. ആരെങ്കിലും വിചാരിക്കോ ഒരു ചെരുപ്പ് കുത്തിക്ക് ഇങ്ങനെ ദുആക്ക് ഉത്തരണ്ട്? ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, നിങ്ങളെല്ലാവരും ഞാനൊഴികെ ദുആക്ക് ഉത്തരമുള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്തജാബ് ദഅവകളുണ്ടാവും. നിങ്ങളൊക്കെ പറയുന്ന ആമീൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മുടെ ദുആക്ക് സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. രണ്ടാമത്തെ ദിവസം അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരനെ ചെന്ന് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പിന്നെ ആ മഴ പെയ്യാൻ നിങ്ങൾ ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മുഹമ്മദ് മുൻകദിർ എന്നവരെ, നിങ്ങൾ എന്തിനാണ് ആ വിഷയം പറയുന്നത്? എന്തിനാ നിങ്ങൾ ആ കാര്യം എന്നോട് പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ താൻ ചെയ്ത ഇബാദത്ത് കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അന്ന് രാവിലെ ഭാണ്ഡമെടുത്ത് മദീന വിട്ട ആളാണ് ഇദ്ദേഹം. പിന്നെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ പിറ്റേന്നും കാണാൻ ചെന്ന് നോക്കി. ഇങ്ങനെ ദുആക്ക് ഉത്തരമുള്ള ആളുകളാകുമ്പോൾ ദുആരപ്പിക്കാലോ. അപ്പൊ അവിടെ പ്രായമുള്ളൊരു ഉമ്മ ചോദിച്ചു, മോനെ, നിന്റെ കൂട്ടുകാരൻ ഇന്നലെ ഇവിടെ ഭാണ്ഡൊക്കെ എടുത്തിട്ട് പോയല്ലോ, നീ എന്തേ അദ്ദേഹത്തോട് എന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ദുആക്ക് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതായിരിക്കണം മോനെ, ഞാൻ മദീന വിട്ടു പോവാണെന്ന് പറഞ്ഞ് ഭാണ്ഡെടുത്തിട്ട് പോയിട്ടുണ്ട്. അല്ലാമ ദഹബി റളിയല്ലാഹു തആല അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം സൈറിൽ അവർ പറഞ്ഞു, ഇതുപോലെ ഇഖ്ലാസിന്റെ മാതൃകയുള്ള ഒരു സംഭവം ചരിത്രത്തിൽ മുഴുവൻ പരതിയിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. എത്ര വലിയ അത്ഭുതം! താൻ ചെയ്ത ഒരു നന്മ വേറെ ഒരാൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്കും നാട് വിട്ടു. പിന്നെ അവിടെ ആൾക്കൂട്ടമാകും, പിന്നെ ആള് കൂടും, ദ്വാരപ്പിക്കാൻ ആള് വരും, അല്ലേ, റുഖിയ ചെയ്യാൻ, മന്ത്രി ചൂതി എന്തെങ്കിലും വാങ്ങിക്കാൻ, ശിഫാഇനെ കാരണം തേടി, ദുആ തേടി. ഇതൊന്നും വേണ്ട, ഞാൻ പോവാണ്, എന്നെപ്പറ്റി അറിഞ്ഞില്ലേ, ഇനി പിടുത്തം കൊടുക്കണില്ല, പോവാണ്. മദീന വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. അതും ഒരു ചെരുപ്പ് കുത്തിയാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകളിൽ അള്ളാഹുവിൻ്റെ നൂറ് ലഭിച്ച ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നവരും നമുക്കിടയിൽ തൊട്ടരികത്തിരിക്കുന്ന ആളുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ കാണും. ഒരു രാത്രി കൊണ്ട് യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു സ്വലാഹും നന്മയും കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു രാത്രി കൊണ്ട് അള്ളാഹു സ്ഫുടം ചെയ്തെടുക്കും. ഇന്നലെ വരെ മോശക്കാരനാണ്, പക്ഷെ ഇന്നലത്തെ ഒരു രാത്രിയിലെ ഖിയാമുൽ ലൈലിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവേ എന്നെ നന്നാക്കി തരയണമേ, നിന്റെ സാമീപ്യം എനിക്ക് നൽകണമേ, നിന്നെക്കുറിച്ചറിയാനുള്ള വാതായനങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന ഒരു പ്രാർത്ഥന കാരണം അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അന്ന് രാത്രിക്ക് രാത്രി ആ മനുഷ്യന്റെ മഖാദീറുകളിൽ ചേഞ്ച് വരുന്നുണ്ട്. അള്ളാഹു തിരുത്തി എഴുതുന്നു, മാലാഖമാരെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നു. അബ്ദുൻ സ്വാലിഹുൻ, ഇത് സ്വാലിഹായ മനുഷ്യനാണ്. ഇന്നലെ വരെ അബ്ദുൻ സാലിഹുൻ, മോശക്കാരനാണ്, ഇന്ന് സ്വാലിഹായ ആളാണ്. ഒരു റമദാൻ ഒരുപക്ഷെ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കും. കഴിഞ്ഞ റമദാനുകളിൽ മാറ്റമുണ്ടായി, അതിൻ്റെ മുമ്പത്തെ ജീവിതം ഓർക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടാകും. ഇനിയുള്ളൊരു റമദാൻ കഴിഞ്ഞാലും ഇൻഷാ അള്ളാഹ് ഞാൻ എൻ്റെ നന്മയെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ആളുകളുണ്ടാകും. അള്ളാഹു അങ്ങനെ
യത്തബിഊന അഹ്സന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. നന്മ കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയും, നമ്മുടെ എന്നെപ്പറ്റി പലരും കാസർഗോഡ് ജില്ലക്കാരനെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മലപ്പുറത്താണെന്നുള്ള വിവരം അറിയാത്തവരുണ്ട്, ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാഞ്ഞങ്ങാടും കാസർഗോഡുള്ള ആളുകളായതുകൊണ്ടാവാം. അപ്പോൾ നാടുപോലത്തെ ഒരു വിധേയത്വം ഈ പ്രദേശത്തോട് എനിക്കുണ്ട്. ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം, റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിനൊരു അടിച്ചു പൊളിച്ചിട്ട് ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോവരുത്. ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിരക്കിൽ ചെവി കൊള്ളാതെ പോവരുത്. നമ്മളൊരിക്കലും നന്മയെ നശിപ്പിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത്. അതാണ് വേണം. ഇത്തഖുല്ലആനീൻ, നിങ്ങൾ ജനങ്ങളുടെ ശാപം, ഇത്തഖുല്ലആനൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ചെറിയ വിഷയമാണ് നബി തങ്ങൾ പറഞ്ഞത്. വഴിയിൽ മൂത്രമൊഴിക്കുക, ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് മൂത്രമൊഴിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂലുള്ളാഹി. അന്ന് പിന്നെ സമരവും കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ്. വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുള്ളൂ. റോഡ് ബ്ലോക്കായി എന്നുള്ളതാ വാർത്ത. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ആളുകളല്ല, നമ്മൾ മുത്തുനബിയുടെ ആളുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ്. ആ സമയത്താണ് സ്വഹാബത്തിനോട്, ഈ വഴിക്ക് നമ്മൾ പോവണ്ട, നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും, നമുക്ക് വഴിമാറിപ്പോകാം, ആ നായയ്ക്ക് അവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വഴിതിരിച്ചു വിട്ട നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ, ആളുകൾ ശപിക്കുന്നത്, ബസ് യാത്രക്കാർ, നടന്നു പോകുന്നവർ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇത് സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹബീബിൻ്റെ അനുയായികളാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിൻ്റെ സുന്നത്ത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മുത്തബിഉ സുന്നകളാകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു. സ്വല്ലൈതു വറാഅഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിറകിൽ നിന്ന് മഅമൂമായി ഞാൻ നിസ്കരിക്കുന്നു. ഫഫ്തതഹ സൂറത്തുൽ ബഖറ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറ തുടങ്ങി വെച്ചു. ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ്, തഹജ്ജുദാണ്, 100 ആയത്തെത്തുമ്പോൾ നബി തങ്ങൾ റുക്കൂഇലേക്ക് പോകും. തങ്ങൾ പോയില്ല. ഞാൻ വിചാരിച്ച് 200 ആകുമ്പോൾ പോയില്ല. സൂറത്തുൽ ബഖറ മുഴുവൻ അവസാനിച്ചാൽ നബി തങ്ങൾ റുക്കൂഇലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. സൂറത്തുൽ ബഖറ കഴിഞ്ഞു. ഫഫ്തതഹ ആല ഇംറാൻ, നബി തങ്ങൾ സൂറത്തു ആല ഇംറാൻ ആരംഭിച്ചു. ഞാൻ വിചാരിച്ചു റബ്ബേ 100 ആയത്തിൽ അവസാനിക്കുമെന്ന്. അവസാനിച്ചില്ല. ആയത്തുകളും കടന്നു പോകുമ്പോൾ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നു, അദാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. സൂറത്തു ആല ഇംറാൻ അവസാനിക്കുമ്പോൾ നബി തങ്ങൾ റുക്കൂഇൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഫ്തതഹ സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ആരംഭിച്ചു. നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ റുക്കൂഇലേക്കല്ല പോകുന്നത്, സൂറത്തുൽ മാഇദ ആരംഭിച്ചു. അതും കഴിഞ്ഞ് സൂറത്തുൽ അൻആം. ഈ പ്രഗൽഭമായ നീണ്ട മണിക്കൂറുകളെടുത്ത ഒരു റക്അത്തിന് ശേഷമാണ്, ഒരു ഖിയാമിന് ശേഷമാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂഇലേക്ക് പോകുന്നത്. ഫഅതാല റുക്കൂഅ, ദീർഘമായ റുക്കൂഅ്, ഇഅ്തിദാൽ ദീർഘമായ സുജൂദ്, ദീർഘമായ നൃത്തം. അങ്ങനെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് തറാവീഹ് നിസ്കാരത്തിന് ഒരൽപ്പം നേരമേറുമ്പോഴേക്കും
മുഷിഞ്ഞു പോകുന്നത്, തളർന്നു പോകുന്നത്, മടുപ്പാകുന്നത്. പള്ളി ഒരു കാരാഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ, അല്ലേ? ജയിലിൽ കിടന്ന് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാ നോക്കുക, വേഗം ഇറങ്ങി പോരാൻ. പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റുക? ആ രീതിയിലേക്ക് പിന്നെ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നത്? അള്ളാഹുവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത്. ഒരാളെ പേടിച്ചാൽ നമ്മൾ അയാളുടെ മുമ്പിലേക്ക് പോവില്ല, അങ്ങനെയല്ലേ? നമ്മളോട് പിണക്കമുള്ള ആളാണ്, സലാം പറഞ്ഞാൽ ചിലപ്പോൾ മുഖത്ത് അടിച്ചേക്കും, അത്രയും ദേഷ്യമുള്ള ആളാണ്, ആ വഴിക്ക് നമ്മൾ പോവില്ല, അല്ലേ? അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പിണങ്ങി ജീവിക്കുമ്പോൾ അള്ളാഹുലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ ഓടുക? പടച്ച തമ്പുരാൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ വരാനുള്ളത്. ആ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത്? ഇതൊന്ന് അവസാനിച്ചിരുന്നില്ലെങ്കിൽ, ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഹബീബാണ് ഏറ്റവും വലിയ മാതൃക. ഹത്താ തതഫത്തറ ഖദമാ, നബിയുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾ ചെറിയൊരു മുറിണ്ടാകുമ്പോഴും കസേരയിട്ടപ്പോൾ നിസ്കരിക്കും. പള്ളി മുഴുവൻ ഇപ്പോൾ ചർച്ച പോലെ ഡെസ്കും ബെഞ്ചും ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്, അത്രക്കായിട്ടുണ്ട് കസേരൻ്റെ നേര. ചെറിയൊരു മുറിയാകുമ്പോഴേക്ക് ഇരുന്നിട്ടിനെ കൊണ്ട് വയ്യാൻ. സുബ്ഹാനല്ലാഹ്. എനിക്കറിയില്ല, ഉസ്താദന്മാർ മസാല പറഞ്ഞേക്കണം, അത് കസാലയിലാണോ ഉത്തരക്കേണ്ടത്, നിലത്തിരിക്കുകയാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് അതിൽ. നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ ഇരിക്കണ്ടേ, അല്ല ഉസ്താദേ? നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേര ഇരിക്കേണ്ടതുള്ളൂ. പാനങ്ങ റാഹത്തായിട്ട് കസേര ഇരുന്നിട്ടാ ജുമ, കസേര ഇരുന്നിട്ടാണ് ഇഷ, കസേര ഇരുന്നിട്ടാ, എന്നിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂളായിട്ട് നടന്നു പോകണമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് എഴുതുറുണ്ട്, മഅദൂര്യങ്ങളാണ്. അള്ളാഹു ഇളവ് ചെയ്തിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെ കൊണ്ട് കഴിയാത്തത് അള്ളാഹു ചെയ്യിപ്പിക്കൂല എന്നാണ്. പക്ഷേ ഹബീബിൻ്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും. നമുക്ക് കഴിയോ കാല് നീര് വരുന്നവരെ നിൽക്കാൻ? ബീവറേജിന് മുമ്പിൽ വരെ നിൽക്കൂല ആൾക്കാർ, നീര് വരുന്നവരെ ഒന്നും, അല്ലേ? വലിയ ആവേശമുള്ള ക്യൂ, ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോൾ കള്ളുഷാപ്പിൻ്റെ മുമ്പിലാണ് കാണാറുള്ളത്. ഒരാളും തിരക്കൂല, ഒരാൾ ഓവർടേക്കും ചെയ്യൂല. എന്തൊരു ബഹുമാനം, പരസ്പര പ്രതിപക്ഷ ബഹുമാനം ഒക്കെ, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് റാഹത്തിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? കാല് നീര് വരുന്നവരെ നിൽക്കുമോ? ആ നിർത്താം അവരെങ്കിലും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ നിന്നു എങ്ങനെ കാലിൽ നീര് വരുന്നവരെ, ആ ഒരു ഇബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബേ എന്താണ് പറയണത്? നീര് വരുന്നവരെ നിൽക്കേ, നമ്മൾ നിൽക്കും. നൃത്തത്തിൻ്റെ ദൈർഘ്യം കാരണം കാല് നീര് വന്നു. എന്നിട്ടും ഹബീബ് ഇരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് നീര് വന്ന് തടിച്ചു വെച്ചിരിക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഖിയാമുൽ ലൈൽ കഴിയുമ്പോൾ ചുമരിലേക്ക് കാല് വെക്കുന്നതാണ്. കാല് വെച്ചിട്ട് കിടക്കും ചുമരിലേക്ക്. സുബ്ഹി നിസ്കാരമായി കഴിഞ്ഞാൽ എന്തിനെന്നറിയോ? ബ്ലഡ് താഴേക്ക് ഒഴുകാൻ. നീണ്ട നൃത്തമായിരുന്നു. കാല് നിലത്ത് വെക്കാൻ പറ്റണില്ല. അപ്പോൾ കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും, ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നോർമലാവാൻ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അവലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഒരടിമയാവണ്ടയോ? അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ? കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരും, കാൽമുട്ടെന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു. ഒരു വിരലിനൊരു അസുഖം വരുമ്പോൾ, ഷുഗർ വന്ന് കട്ട് ചെയ്യണം, മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ ഓർമ്മ വരും, പടച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ, ഒരു വിഷമം അറിയാതെ എത്ര ഞാൻ ഓടി, എത്ര കളിച്ചു, എത്ര ചാടി, എത്രയെല്ലാം ഉപകാരങ്ങളെടുത്തു. നമ്മൾ അറിഞ്ഞോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വിലമതിക്കാനാവാത്ത സ്വത്തുകളാണെന്ന്. ചോദിച്ചോട്ടെ, നമ്മുടെ 2 കണ്ണിന് പകരം 10 കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും കൊടുക്കോ? അങ്ങനെ ഓഫറിലൊരു സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എൻ്റെ 2 കണ്ണും കൊടുത്തേക്കാം, എനിക്ക് 10 കോടി മതി. കണ്ണിൻ്റെ വില എത്രയാപ്പോൾ? 100 കോടിയാ? കൊടുക്കുവോ? കൊടുക്കൂല. ഇപ്പം എത്രയാ വിലമതിക്കാനാവാത്തത്? എത്രയാ നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ വില? അത് പ്ലാസ്റ്റിക് അല്ലല്ലോ, ഒറിജിനല്ലേ, ജെന്യൂൻ സാധനല്ലേ, അല്ലേ? മെയ്ഡ് ബൈ അള്ളാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിയല്ലേ? നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിൻ്റെ വിലയെന്ന്? നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്ന നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ്
ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ്. നമ്മൾ പറയേണ്ടത് കയ്യിൽ കാശില്ലല്ലോ. ഉമ്മ, നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അല്ലാഹു തന്നില്ലേ? എനിക്ക് വീടില്ലല്ലോ. 2 കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന? എൻ്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ. ഉമ്മ നല്ല വർക്ക് ചെയ്യുന്ന, ഉപ്പ നല്ല പ്രവർത്തിക്കുന്ന ഹൃദയം അല്ലാഹു തന്നില്ലേ? കിഡ്നി തന്നില്ലേ? പാൻക്രിയാസ് തന്നില്ലേ? ലങ്സ് തന്നില്ലേ? നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതൊക്കെ നമ്മൾ നന്ദി ചെയ്തോ? നമുക്ക് നന്ദി ചെയ്തോ അല്ലാഹുവിന്? ഇല്ല. അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അന്നൊരു സുബ്ഹി നേരത്ത് കടന്നു വരുന്ന ഹബീബ് കരയുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക്. അല്ലാഹുവിൻ്റെ റസൂലേ, ഒന്ന് പറയണം, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങനെയാണെങ്കിൽ ഫഅബ്കീ മഅക്, അങ്ങയുടെ കൂടെ എനിക്കുമൊന്ന് കരയണം. എന്തിനാണ് അങ്ങ് കരയുന്നത്? മാ യുബ്കീക, അങ്ങയെ വിഷമിപ്പിച്ച വിഷയം എന്താണ് നബിയെ, ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബിലാലേ, ഉൻസില അലയ്യൽ ലൈല, ഇന്നലെ ഉൻസിലത് അലയ്യൽ ലൈല ആയാത്ത്, അല്ലാഹുവിൻ്റെ ചില വചനങ്ങൾ ഇന്നലെ രാവിലെ എനിക്ക് അല്ലാഹു ഇറക്കി തന്നു, അവതരിപ്പിച്ചു തന്നു. സൂറത്ത് ആലു ഇംറാനിലെ 191 ആയത്തുകളെ സംബന്ധിച്ചാണ് നബി തങ്ങൾ പറയുന്നത്. ബിലാലേ, എന്നോട് അല്ലാഹു പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ. ആലോചിക്കാതെ ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോകുന്നവർ ശിക്ഷയുണ്ട്. ആലോചിക്കണം, പഠിക്കണം എന്ന് പറയുന്ന 2 ആയത്തുകൾ ഇന്നലെ രാവിലെ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. കാരുണ്യവാൻ അല്ലാഹു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ പടച്ചതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ഈ മഴച്ചാറൽ എങ്ങനെ നടക്കുന്നു? കോടാനുകോടി ഗാലൻ വെള്ളത്തിന്റെ ജലാംശങ്ങൾ ആകാശലോകത്തൊരു ടാങ്ക് പോലുമില്ലാതെ, ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികമെന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലല്ലോ. അതിനെ സംബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ. കോടാനുകോടി ഗാലൻ വെള്ളമല്ലയോ അല്ലാഹു ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അൻസൽനാഹു ബിഖദറിൻ, ഓരോ നാട്ടിലേക്കും വേണ്ട വിധത്തിൽ അവൻ ഇറക്കി കൊടുക്കുന്നു മഴവെള്ളം. രാത്രിയാവുന്നു, പകലാവുന്നു, വെളിച്ചമുണ്ട്, സൂര്യപ്രകാശം, ചന്ദ്രന്റെ പ്രഭ, ഭൂമിയുടെ കറക്കം, രാവും പകല്, സസ്യലതാദികൾ വളരുന്നത്. എത്രയധികം 4, 5, 8 നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ? 8ാം നിലയിലേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരും? ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിന്റെ അങ്ങേ ഏറ്റവും തെല്ലത്തങ്ങറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക്, കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ, സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന അല്ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട്, ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട്. യുക്തിവാദം പറയല്ല. നീ ഉണ്ടായത് നീയല്ലല്ലോ, നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല, അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ. സൃഷ്ടിച്ചത് ആര്? സൃഷ്ടാവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, വൽ അർള വദഅഹാ ലിൽഅനാം, മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാർ ചെയ്തു എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വചനം എന്താണ് ചിന്തിക്കാത്തത്? ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ്. അങ്ങനെ അല്ല, ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെപ്പോലെ ഗ്രഹങ്ങൾ വേറെ വേണം. മഹാവിസ്ഫോടനത്തിന്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്തേ ഭൂമിയിലേതുപോലെ രാവും പകലും 24 മണിക്കൂർ സൈക്കിൾ,
12 മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത്, സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രഭയും, ഇതൊക്കെ യാദൃച്ഛികമാണോ? ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് നബിയേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്ത് ബിലാലെ ഇന്നലെ രാവിലാണ് അല്ലാഹു ഇറക്കി തന്നത്. വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. വിവരമുണ്ടായി അർത്ഥമറിയുന്ന ആളുകള്, അറബി പഠിച്ചവര്, അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഈ ആയത്ത് വെറുതെ ഓതിപ്പോകുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിൽ, അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഓതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ആ രാവിലെ നിസ്കാരത്തിൽ ഹബീബ് ഓതിയത് ഈ 2 ആയത്തുകളായിരുന്നു. ആരാണ് ബുദ്ധിമാൻ? യുക്തിവാദം പറയുന്നവരാണോ? ഈ പ്രപഞ്ചമുണ്ടായത് താനെ അങ്ങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത? അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത്? അല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ്, തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവർ അല്ലാഹു, ജീവൻ നൽകുന്നത് അല്ലാഹു, അല്ലാഹു. ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം. ജീവിതവും മരണവും അവന്റെ കയ്യിൽ. അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ, ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അല്ല കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം അല്ലേ? ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചു കിടക്കുമ്പോൾ, റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോൾ ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു. എല്ലാവരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ. ഒരു പർദ്ദ ധരിച്ച സ്ത്രീയായിരുന്നു. സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചു. റബ്ബേ, എങ്ങനെ കാണും ആ കാഴ്ച? ട്രെയിൻ പോയപ്പോൾ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു. അങ്ങ് കടന്നു കൊടുത്തു. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണത്. മരിക്കാൻ നേരായിട്ടില്ല ഉമ്മ, നിങ്ങൾക്ക് മരിക്കാൻ നേരായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി, ഞാൻ അറിയുന്ന, വളരെ അടുത്തറിയുന്ന അബുദാബിയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ, പയ്യന്നൂർ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. മംഗലാപുരത്തേക്ക് പോവുകയാണ്. കാറിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ആ പെണ്ണ് ഇത്രയും കാലം അബുദാബിയിലായിരുന്നു, ഗൾഫിലായിരുന്നു, ഷാർജയിലോ ദുബൈയിലോ, ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ, മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം, എൻ്റെ ഒരു ആഗ്രഹമാണ്. കുഞ്ഞിനെയും പിടിച്ചിട്ട് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു. ആ ഉമ്മ മരിച്ചു. ചെറിയ ചെറുപ്പക്കാരി പെണ്ണ്, 25 വയസ്സ് പ്രായമുള്ള. അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറും അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു കുഞ്ഞിനെ ബാക്കിയാക്കിയ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കിപ്പോൾ അറിയില്ല. അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരി മരിച്ചു. അവർക്ക് മരണമെന്ന് അള്ളാഹുവിടെ നിശ്ചയിച്ചു. മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല, ഉമ്മ മരിക്കാൻ നേരായിട്ടില്ല അല്ലേ? ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് അങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു, അപ്പുറത്തുള്ള ആളെ രക്ഷപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, വാഹനം വീണിട്ടില്ല. കണ്ടിട്ടില്ല അത്? എന്തേ? ഒരാൾക്ക് മരണമായി എന്ന് അള്ളാഹ് തീരുമാനിച്ചു, മറ്റാൾക്ക് നേരായിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഖദറാണ്. അള്ളാഹുവിൻ്റെ കുല്ലു ഷൈഇൻ ഇൻദഹു ബിഖദർ. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴുമല അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇരുന്നും കിടന്നും നടന്നും സ്രഷ്ടാവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് ബുദ്ധിമാനികളെന്ന് പരിശുദ്ധ ഖുർആൻ. സ്രഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല, ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവർ. ഒരല്പനേരത്തേക്ക് വന്നവർ നമ്മൾ, സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമുക്ക് മുമ്പൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അവരിന്ന് മണ്ണിനടിയിലാണ്. ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക്. വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും. വാടക വീട്ടിലെ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് അള്ളാഹു നമുക്ക് നൽകി. അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ
കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അള്ളാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുസ്സാണിത്. അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, ബുദ്ധിമാനികൾ. قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലല്ലോ. ഇതിനൊരു ലക്ഷ്യമുണ്ട്, പ്രപഞ്ചത്തിന് താളമുണ്ട്, പ്രപഞ്ചത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഭ്രമണപഥത്തിലാണ് സൂര്യൻ ചന്ദ്രഗോളങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ബിഗിനിങ് ഉണ്ട്, അതിനൊരു എൻഡ് ഉണ്ട്, അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇനി അതിനൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. കുല്ലു ഷൈഇൻ ഇൻദഹു, എല്ലാം അല്ലാഹുവിൻ്റെ അടുത്തിൽ അജൽ, ഒരു കൃത്യമായ സമയത്തേക്ക്, നേരത്തേക്ക് മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ, അല്ലാഹുവേ ഫഖിനാ അദാബന്നാർ, നിനക്ക് വഴിപ്പെടാതെ, സൃഷ്ടാവായ നിന്നെ തിരിച്ചറിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇത് അധ്വാനിക്കാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ഭോഗിക്കാനുമുള്ള ഒരു ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനെ വെറുതെയാണോ അല്ലാഹു പടച്ചത്? എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു വന്നു ഈ ജീവിതത്തിലേക്ക്? എന്തിനു വന്നു നമ്മളിവിടെ? മനുഷ്യൻ ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ്, ഈ ആലോചനയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അവർക്ക് പാഠങ്ങളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് ബിലാലെ അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഇബാദത്തിൽ നമുക്ക് ആരംഭിക്കുകയാണ്. ബദർ യുദ്ധം നടക്കുന്നു. അതിനിടയ്ക്ക് നമ്മളെ സംഭാവന വരുന്നുണ്ട്, സ്വതക്ക ചെയ്യാൻ. റമദാൻ്റെ പകലാണ്. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ, മഹാനായ ശൈഖുനാ തോക്ക ഉസ്താദ്, പിന്നെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരൊക്കെയുള്ളൊരു സദസ്സിൽ ഒരുപാട് മുഅ്മിനാത്തുകൾ നമ്മൾ ദുആ ചെയ്യും. ഈ ഓഫർ ഞാൻ നാളെ ഉണ്ടോ എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ നാളെ ജീവിച്ചിരിപ്പുണ്ടാവും. നാളെ പരിപാടി ഇൻഷാ അല്ലാഹ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഖാസിം ഉസ്താദല്ലേ നാളെ? റഹ്മത്തുള്ളാഹി ഖാസിം ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗഫൂർ ഉസ്താദ് കീച്ചേരി അവരുടെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ നമുക്ക് നാളെ നമുക്ക് വരാൻ പറ്റുമോയെന്നറിയോ? ഇല്ല. 2000 റുപ്യയുടെ നോട്ടൊക്കെ ഉള്ളവർ അതന്നെ ഇട്ടോളേ. അത് അപ്പി നോക്കി ഉണ്ടോയെന്ന് നിങ്ങളെ ചിലവ് വെച്ച് ബാക്കിട്ടോ, അത് കൊടുത്തിട്ട് കടായി പോകണ്ട ഇൻഷാ അല്ലാഹ്. എൻ്റെ ഒരു അവിടെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. 2000 റുപ്യ എല്ലാവരും കൊടുത്താൽ തീരും. എന്ത് ചെയ്യും? നമ്മുടെ ചിലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. സഹചാരിയുടെ SKSF-ൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സഹായം ചെയ്തു കൊടുക്കണം. ഇവരൊക്കെ കുട്ടികളും മക്കളുള്ളൂ. താജുദ്ദീൻ ദാരിമി, അദ്ദേഹത്തിൻ്റെ ഹാലപ്പ് മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അവരൊന്നും വലിയ വലിയ ബിസിനസ് ചെയ്തിട്ടല്ല ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ ഉമ്മത്തിന് അള്ളാഹു ഇതിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അവർക്ക് തോന്നുക, ഞാൻ എൻ്റെ കുട്ടികളെയും കണ്ടിരുന്നത്, എനിക്ക് തോന്നുകയാണ് എന്തിനാ റബ്ബ് ഞാൻ ഈ യാത്ര ചെയ്തിട്ട് ഇടങ്ങാറായി പോയി തിരിച്ചു വരുന്നത്? തലവേദനയും ചെവിക്കുത്തും മൂക്കുവേദനയും തലവേദനയും ഉറക്കൊഴിക്കലും, എനിക്ക് എൻ്റെ കുട്ടികളെ പെരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ അള്ളാഹു മറിച്ച് ചിന്തിപ്പിക്കുകയാണ്. എന്തിന്? നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അള്ളാഹു അവസരം തരാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുക, ഖബൂലിയത്ത് അള്ളാഹു തരട്ടെ എന്ന് ദുആ ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടീൻ്റെ കല്യാണമല്ല ഇപ്പോൾ ഈ നടക്കുന്നത്, വേണ്ട പരിപാടി നമുക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇവർക്ക് പെരയിൽ നിർത്തി കൊടുക്കാൻ പൈസ അവരുടെ കയ്യിലില്ല, നമ്മൾ തന്നെ കൊടുക്കണം. അതുകൊണ്ട് 2000 കൊടുത്താൽ കുഴപ്പമില്ല എന്നുള്ളതൊന്ന് കൈപ്പൊക്കിയാട്ടെ, ഒന്ന് ഏകദേശം കണക്ക് കിട്ടാനാ. ഒന്ന് ആകെ അത്രേ ഉള്ളൂ. ഇത് കാസർഗോഡ് തന്നെയാണോ? കാസർഗോഡ് തന്നെയാണോ ഇത്? ഒന്ന് ആഞ്ഞ് കൈപ്പൊക്കിയാട്ടെ, ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആ പൊങ്ങട്ടെ, ബിസ്മില്ലാ, പൊക്കിക്കോളി, അതിനൊന്നൊരു കുഴപ്പമില്ല. അതൊന്നും ഒരു അഹങ്കാരം വരില്ല അതിലൊന്നും. അത്ര തന്നെ ഉള്ളൂ. ഉണ്ട് മാഷാ അല്ലാഹ്. നമ്മുടെ അവരൊക്കെ ഷാർജക്കാരാണ്, കാസർഗോഡ്. അപ്പോൾ 1000-ൻ്റെ നോട്ടില്ലാത്തതുകൊണ്ടായി പറഞ്ഞത്. അപ്പോൾ 500 ഉണ്ടല്ലോ, 500 ചില്ലറ കൊടുക്കാൻ വേണ്ടേ? അപ്പോൾ ചില്ലറ കിട്ടാത്തൊരു സാധനം ഇതല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ.
എന്തിനാ അപ്പോൾ പറഞ്ഞതെന്നറിയോ? അപ്പോൾ നമ്മൾ നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണത്. അത് തുടരല്ലേ? അതിനൊക്കെ ഒരു ടെക്നിക്ക് ചോദിച്ചാൽ നിങ്ങൾ 5000 വരെ കൊടുക്കും, എനിക്കറിയാം. ആ ചോദിക്കണവരാണ് ചോദിച്ചാൽ തരുന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ ചോദ്യം മോശമായി നിങ്ങൾ കൊടുക്കാണ്ടിരിക്കേണ്ട. ഏറെയും കൊടുക്കുക, അതിൽ കുറച്ചും കൊടുക്കുക. ഒരു ഏകദേശം ഞാൻ തോന്നി അങ്ങനെ എല്ലാവരും ഉണ്ടാർപ്പിച്ചെടുക്കുകയാണെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റമളാനല്ലേ, അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള പ്രാർത്ഥന, അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി കണ്ണുനീരുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണിത്. അതുകൊണ്ട് നല്ല ഒരു ദാനധർമ്മം നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ അതിനൊക്കെ ഉത്തരം അഹ്റാലിൽ ജവാബ്, അള്ളാഹു ഉത്തരം തരാൻ എളുപ്പമാണ്. അള്ളാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആരും വിട്ടുപോകണ്ട. എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ബദ്റിന്റെ രംഗം പറയുന്നുണ്ട്. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുഹാബിമാരും ഗത്യന്തരമില്ലാതെ ശത്രുക്കളുടെ പരാക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ ചെന്ന പരിശുദ്ധമായ ബദറിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഒരു കുതിര സവാരിക്കാരൻ ഞങ്ങളിലില്ലായിരുന്നു. ആയുധം കൊണ്ടല്ല യുദ്ധജയമുണ്ടായത്, വിശ്വാസം കൊണ്ടാണ് എന്ന ഏറ്റവും വലിയ പാഠം അല്ലാഹു നൽകിയ ബദർ. മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ മിഖ്ദാദ് എന്നവരല്ലാതെ ഞങ്ങളിൽ കുതിര സവാരി അറിയുന്ന ഒരു യോദ്ധാവില്ലായിരുന്നു. വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിം ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നോക്കുമ്പോൾ ബദർ യുദ്ധത്തിൻ്റെ തളർച്ചയിൽ, ക്ഷീണത്തിൽ, ആ സമയത്ത് അവിടത്തേക്ക് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. തലേന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഗൈറ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാന തഹ്ത അശ്ശജറ, ഒരു വൃക്ഷത്തിന്റെ താഴെ, യുസല്ലി വയർകഉ വയബ്കി ഹത്ത സ്വബാഹ്, നേരം പുലരുന്നത് വരേക്കും ആ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന് നിസ്കരിച്ചും റുകൂഇലും സുജൂദിലും കിടന്ന് ദുആ ചെയ്യുകയായിരുന്നു ഉമ്മത്തിന്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു, ഞങ്ങളൊക്കെ തളർന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉറക്കത്തിലാണ്. പക്ഷേ ഒരാൾ മാത്രം ഉറങ്ങിയില്ല. ഞങ്ങളിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് വേണ്ടി വിജയം തരണം റബ്ബേ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. ഒരു വൃക്ഷത്തിന്റെ താഴെ ചെന്നിട്ട് യുസല്ലി, നബി ദുആ നിസ്കരിക്കുന്നു. വയർകഉ റുകൂഇൽ, നബി തങ്ങൾ യബ്കി, കരയുന്നു. ഹത്ത സ്വബാ, നേരം പുലരുന്നത് വരെ ഹബീബ് പ്രാർത്ഥനയിലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ നബി തങ്ങൾ അല്ലാഹുവിന്റെ വിധേയത്വമാണ്, ഇബാദത്താണ് കാണിക്കുന്നത്. ഉബൂദിയത്താണ് ഇബാദത്ത്. അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥനായ അല്ലാഹു എന്ത് പറയുന്നുവോ ചോദ്യമില്ലവിടെ, പറയുന്നതനുസരിച്ചു. അതാണ് ഇബാദത്ത്, അതാണ് അബ്ദാകുന്നത്. അവിടെ ചോദ്യമല്ല. ഉടമസ്ഥന് പറയാം തൻ്റെ അടിമയോട് ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് മാറ്റിവെക്ക് എന്ന്. അടിമക്ക് പറഞ്ഞുകൂടാ, എന്നെ കൊണ്ടാവില്ല എന്ന്. എന്തിനെന്ന് ചോദിച്ചുകൂടാ. പണിയെടുക്കണം, കഴിയുന്ന പോലെ അധ്വാനിക്കണം. മല മറിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക തന്നെ കഴിയില്ല. എന്തിന് ഞാനിത് ചെയ്യണം? ചോദ്യമില്ല. അപ്പോഴാണ് അബദാകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വീർക്കുന്നവരെ നിസ്കരിക്കുകയും അള്ളാഹുവിന് ഷാക്കിറായ ഷക്കൂറായ ഒരടിമയാവണ്ടയോ എന്ന് ചിന്തിക്കുകയും ചെയ്ത് ബദർ യുദ്ധം നടക്കുമ്പോൾ വൃക്ഷത്തിന്റെ താഴെ ചെന്ന് പാതിരാത്രി മുഴുവനും ഇബാദത്തിലും ദുആയിലും കരഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടിയ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഒരു മദ്ഹിന്റെ മഖാമിൽ പറഞ്ഞത് അബ്ദ് എന്നായിരുന്നു. അല്ലാഹു നബിയെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു സ്ഥലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലാഹു ഹബീബിന്റെ അഹ്ലൽ അസ്മാ, നബിയുടെ ഏറ്റവും മനോഹരമായ പേരുകളുണ്ട്. അതൊന്നും വിളിക്കാതെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേര് വിളിച്ചത് ബിഅബ്ദിഹി
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാന, മഹോന്നതനാണ് തമ്പുരാൻ. അള്ളാഹുവിൻ്റെ കഴിവുകൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അതീതമാണ്. നിങ്ങളുടെ സെൻസറി ഫാക്കറ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതിനപ്പുറമാണ്. അള്ളാഹുവാണല്ലോ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസന്, തൻ്റെ അടിമയെ ഇസ്റാ ചെയ്തത് അള്ളാഹുവാണ്, മഹോന്നതനാണ്. ഇസ്രായിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ബിനബിയിഹി എന്നല്ല, ബിറസൂലിഹി എന്നല്ല, ബിഅബ്ദിഹി, തൻ്റെ അടിമയെ, അള്ളാഹുവിന് വിധേയത്വം ചെയ്യുന്ന ഹബീബിനെ കൊണ്ടുപോയി എന്ന് ഹബീബിനെ പുകഴ്ത്തി പറയുന്ന സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ച വാക്ക് അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. ആ ഉബൂദിയത്താണ് അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. എന്തിനാ വന്നത്? ലിയഅബ്ദൂ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രാത്രിയിലെ നിസ്കാരം കണ്ടിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുംതൽ ലൈല ബി ആയത്തിൻ വാഹിദ, ഒരേ ഒരു ആയത്ത് മാത്രമാണല്ലോ നബിയെ നിങ്ങൾ ഇന്നലെ രാത്രി ഓതിയത്. ഇലസ്വബാഹ്, നേരം വെളുക്കുന്നവരെ അങ്ങ് നിസ്കരിച്ചു. തബ്കി വതുറദ്ദിദുഹാ, ഓതുകയും അത് ആവർത്തിക്കുകയും ചെയ്ത്. ലൗ ഫഅലഹാ വാഹിദും മിന്നാ ലവജദ്നാ അലൈഹി, ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ് അത് ചെയ്തത് എങ്കിൽ ലവജദ്നാ അലൈഹി ഐ ഹസന്നാ അലൈഹി, ഞങ്ങൾക്ക് സങ്കടം തോന്നിപ്പോകും നബിയെ, വിഷമം തോന്നിപ്പോകും. ഒരായത്ത് മാത്രം ഓതി കരഞ്ഞ് കരഞ്ഞ് ഒരു രാവ് മുഴുവനും തീർക്കാൻ പ്രവാചകരെ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബിനോട് ചോദിക്കുന്നു. ആയത്ത് ഇതാണ്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പാപികളായ ആളുകളെ ചൊല്ലി മഹാനായ പ്രവാചകൻ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം തന്നെ ആരാധിക്കണമെന്ന് തന്നെ സംബന്ധിച്ച ആളുകൾ പറഞ്ഞു എന്ന് പരത്തി മഹാനായ ഈസാ നബിയെ, യേശുക്രിസ്തുവിനെ, കന്യാമറിയമിനെ പ്രാർത്ഥനയ്ക്ക്, ഇബാദത്തിന്, ആരാധനയ്ക്ക് ഇലാഹായി കണക്കാക്കിയ ഒരു സമൂഹത്തിന് മുമ്പിൽ മഹാനായ പ്രവാചകൻ ഈസ നബി പറയും, അല്ലാഹുവേ, ഞാൻ അവരോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്. ഞാൻ പറയാത്തത് അവർ എന്നിൽ ആരോപിച്ചു, ഞാൻ പറയാത്തത് അവർ ചെയ്തു. അതുകൊണ്ട് തമ്പുരാനെ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. വ ഇൻ തഗ്ഫിർ ലഹും, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ മാപ്പു ചെയ്യുന്നത് കൊണ്ട് നിന്റെ അഭിമാനത്തിന് ഒരു നഷ്ടവും വരില്ലല്ലോ റബ്ബേ. നീ അഭിമാനിയാണ്, നീ അധികാരിയാണ്, നീ ഹക്കീമാണല്ലോ എന്ന് ഈസ നബി നാളെ പരലോകത്ത് അവിടുത്തെ ഉമ്മത്തികളെയോർത്ത് പറയുന്ന വചനം നമ്മളെയോർത്ത് കരഞ്ഞു ദുആ ചെയ്യുകയാണ്, നിസ്കരിക്കുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി എന്ന് ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്. ആ നിസ്കാര ശേഷം എൻ്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് റബ്ബേ, എൻ്റെ ഉമ്മത്തികളെ ഓർക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചാണ് അല്ലാഹുവിൻ്റെ മറുപടി വരുന്നത്. നബിയോട് പറയുക, ജിബ്രീൽ, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങേക്ക് സമാധാനവും സന്തോഷവും വരുന്നവരെ അങ്ങേ നാം തൃപ്തിപ്പെടുത്തും നബിയെ. അങ്ങയുടെ ഉമ്മത്തികളെ ഓർത്ത് പരിതപിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന ആശ്വാസവചനം അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ടാണ് ഹബീബിനെ അറിയിക്കുന്നത്. അതാണ് ഹബീബുനാ റസൂലുള്ളാഹ്. കാലുകൾ നീര് വന്ന് വീർക്കുന്നവരെ നിസ്കരിച്ചവര്, പാതിരാവിൽ ഉമ്മത്തിനെയോർത്ത് കരഞ്ഞവര്, ഈ ഉമ്മത്തികൾക്ക് വേണ്ടി ഇബാദത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചവർ, ആരാധനാ കർമ്മങ്ങളിലെ ഉദാത്ത മാതൃകകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറക്കാൻ കഴിയുമോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ ലൗലാ സലാസ്, മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ,
മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ, ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് 3 വിഷയങ്ങളെ ചൊല്ലിയാണെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ 3? ഭക്ഷണം കഴിക്കാനാണോ, വെള്ളം കുടിക്കാനാണോ, വീട് വെക്കാനാണോ, ആസ്വദിച്ച് ജീവിക്കാനാണോ? എന്തിനാണ് ജീവിതം? ലൗലാ സലാസ്, കാമുകയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്ന കാമുകനില്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ടെന്ന് പറയുന്ന കാമുകി, നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്? ലൗലാ സലാസ്, 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ, എനിക്ക് ജീവിതം മടുത്തുപോയേനെ, ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല, മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചുപോയേനെ. ലൗലാ അൻ അഹ്മില അലൽ ജിഹാദി ഫീ സബീലില്ലാഹ്, ന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടി വരുമ്പോൾ, ശത്രുക്കളുടെ പരാക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അസ്ഹാബിനോടൊപ്പം യുദ്ധത്തിന് പ്രതിരോധിക്കാൻ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി റബ്ബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള ഒരു അവസരം എനിക്കില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതോ മുകാബദത്തുൽ ലൈൽ, രാത്രിയിലെ ആ ഒരു അധ്വാനം. എന്തധ്വാനം? രാത്രിയിലെ നിസ്കാരം. രാത്രി നേരത്തെ, ആളുകൾ ഉറങ്ങുന്ന നേരത്തെ, ആളുകളെല്ലാം സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോ പ്രഭാത നേരത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് എത്ര മനോഹരം! എല്ലാ ജീവജാലങ്ങളും എഴുന്നേൽക്കാൻ തുടങ്ങുന്നു അല്ലേ? കോഴികൾ ശബ്ദിച്ചു തുടങ്ങുന്നു, പക്ഷികളുടെ കളകൂജനം ആരംഭിക്കുന്നു, പ്രകൃതി മുഴുവനും ഉണരുകയാണ്. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ പ്രപഞ്ചത്തോടൊപ്പം അള്ളാഹുവിന്റെ സർവ്വസൃഷ്ടികളും പ്രാർത്ഥനയിലാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയിലുള്ള സർവ്വതും അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹി നേരം വരേക്കുമുള്ള രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മധുരമില്ല.